ഈ ഒരു റൈസ് കണ്ടോ? ഇതിനകത്തൊരു കഥയുണ്ട് കേട്ടോ. ആദ്യമൊക്കെ വൻ നിലയില് ഫ്ലോപ്പ് ആയ ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ അവസാനം നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടി. അതങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ വല്ലപ്പോഴും കിട്ടുന്നതാണ്. അപ്പോഴ് ഫ്ലോപ്പ് ആയത് ഞാൻ കാണിച്ചു തരാം. ഒരു കുക്കർ ഒന്ന് എടുത്ത് വെക്കുക. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് പനീറിന്റെ ക്യൂബ്സ് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഒന്ന് തിരിച്ചിടാൻ നോക്കിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. അതിലേക്ക് ഒട്ടിപ്പിടിച്ച്. അപ്പോഴ് നിങ്ങള് ഈ പനീർ ഫ്രൈ ആക്കുമ്പോഴേ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്താൽ മതി കേട്ടോ. ഈ കുക്കറിൽ തന്നെ ചെയ്യാൻ നോക്കിയതുകൊണ്ടാണ് എനിക്ക് പണി കിട്ടിയത്. പക്ഷെ എങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. എനിക്ക് വേറെ ഉണ്ടാക്കാൻ സമയവും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പനീറിന്റെ ക്യൂബ്സ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് സവാള ഇട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുത്ത്, ആദ്യമൊക്കെ അത് ക്ലിയർ ആയിട്ട് കിട്ടുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ, കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ ഭാഗ്യത്തിന്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ തക്കാളി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങ ചേർക്കുമ്പോഴേക്കും. ഇനി ഒന്നും കൂടെ വഴറ്റി എടുത്തിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വേണം വെള്ളം ചേർക്കാൻ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ആക്കി ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കേൾക്കണം. അതിന് മുന്നേ പനീർ ക്യൂബ്സ് ഇട്ടെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ പനീർ ക്യൂബ്സ് ഇട്ട് എടുത്തിട്ട് വേണം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരൊറ്റ വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും ഇതാണ് ഇങ്ങനെ കിട്ടും. ഇനി ജസ്റ്റ് അതങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു റൈസ് ആണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എങ്ങനെയാ, ട്രൈ അല്ലേ?